ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പുണ്യപ്പെട്ട നോമ്പുകാലമാണല്ലേ. പക്ഷേ ഈയിടെയായിട്ട് ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ്, കുറച്ച് പേരെങ്കിലുമൊക്കെ ഈ നോമ്പ് തുറക്കുന്നതിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ സ്റ്റാറ്റസും സ്റ്റോറി ഒക്കെ ആയിട്ട് ഇടുന്നത്. പക്ഷെ അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് അത് വളരെ ഇമ്മച്യൂർ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം ഇങ്ങനെ സ്റ്റാറ്റസ് സ്റ്റോറി ഒക്കെ ഇടുന്നതിലൂടെ നിങ്ങൾക്ക് യാതൊരു ബ്ലെസ്സിങ്സും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് പരമാർത്ഥമായ സത്യം. നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ സിറ്റുവേഷൻസ് ആയിരിക്കും, എല്ലാവരുടെയും സിറ്റുവേഷൻ സെയിം ആയിരിക്കണമെന്നില്ല. ഇപ്പോൾ നിങ്ങളുടെ ടേബിളിൽ ഉണ്ടായിരിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ നിങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന വ്യക്തിയുടെ ഡൈനിങ് ടേബിളിൽ ഉണ്ടായിരിക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾ വിഭവസമൃദ്ധമായ ഭക്ഷണ സാധനങ്ങൾ കൊണ്ട് നോമ്പ് തുറക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റിലുള്ള പല വ്യക്തികളും വെറും വെള്ളം മാത്രം കുടിച്ചിട്ടായിരിക്കും നോമ്പ് തുറക്കുക. അപ്പോൾ ഈ നോമ്പ് കാലത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിഡറിങ് അതേഴ്സ് എന്നുള്ളതാണ്. മറ്റുള്ളവരെ കൺസിഡർ ചെയ്യുന്നതാണ് ഏറ്റവും ബ്ലെസ്സിങ്സ് തരുന്ന ഒരു കാര്യം. നിങ്ങൾ വിഭവസമൃദ്ധമായ ഭക്ഷണ സാധനങ്ങളൊക്കെ കഴിച്ചോളൂ, വളരെ നല്ല കാര്യമാണ്. അത് പക്ഷേ സ്റ്റാറ്റസ് ഒന്നും വെക്കരുത്. സ്റ്റാറ്റസ് ഒക്കെ വെച്ചിട്ട് ഈ നോമ്പ് കാലത്തിന്റെ ആ ഡിവൈനിറ്റി നശിപ്പിക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇഫ് യു വാണ്ട്, കീപ് ദിസ് ഇൻ മൈൻഡ്. അല്ലെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ, നോ പ്രോബ്ലം.